ഹായ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഷെഫ് ഓൺ റോഡിന്റെ ആദ്യത്തെ പടി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ തിരുവനന്തപുരം പൂർത്തിയാക്കിയിട്ട് ഇപ്പോൾ കൊല്ലത്തേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ തിരുവനന്തപുരം ആക്ച്വലി നമ്മൾ 5 ദിവസം ഓരോ ജില്ലയും പ്ലാൻ ചെയ്ത്, അങ്ങനെയാണ് 60 ദിവസം. 5 ദിവസം പ്ലാൻ ചെയ്തിട്ട് പോയി തിരുവനന്തപുരം എത്തിയപ്പോൾ അത് 10 ദിവസമായി. ഇങ്ങനെ പോവാണെങ്കിൽ നമ്മൾ മിനിമം ഒരു 100 ദിവസം ആവും തോന്നുന്നു നമ്മളെ ട്രിപ്പ്. ഇതാ വരുന്നത്. അപ്പൊ 10 ദിവസമായി ഇങ്ങനെ ഒരു ട്രിപ്പ് പുറപ്പെട്ടിട്ട് ഇപ്പൊ. എന്നിട്ട് ഇതിപ്പോ കൊല്ലത്ത് പോവാണ്. കൊല്ലത്ത് നമ്മളിപ്പോ അവിടെ ഹോട്ടലൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കൊല്ലത്ത് എത്തിയിട്ടുള്ള ബാക്കിയുള്ള വീഡിയോസിലേക്ക് നമുക്ക് കാണാം. ഇപ്പൊ ഇത് ഈ ഫസ്റ്റ് എപ്പിസോഡ് നോക്കട്ടെ ഏത് ഇൻക്ലൂഡ് ആക്കുന്നില്ല. പക്ഷെ ഞാൻ ഈ യാത്രയിൽ എനിക്ക് പിന്നെ പ്രത്യേകിച്ച് തിരുവനന്തപുരംകാരോട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നല്ല നല്ല നാടാണ്. അത് തന്നെ പറഞ്ഞു 5 ദിവസം നിൽക്കാന്ന് വിചാരിച്ചത് 10 ദിവസമായി. അപ്പോൾ അത്രയും ഒരുപാട് കവർ ചെയ്യാനും ഒരുപാട് സംഗതികളുണ്ട്. പിന്നെ നമ്മളെ താമസം പ്രൊവൈഡ് ചെയ്ത നമ്മളെ സലീം ഖാനോട് വളരെയധികം നന്ദി. സലീം ഖാൻ നമുക്ക് ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഇത്രയും ദിവസം അറേഞ്ച് ചെയ്ത. സലീം ഖാൻ മസ്കറ്റിലാണ് ഉള്ളത്. അപ്പോൾ സലീം ഖാനോടും ഫാമിലിനോടും എങ്ങനെ കടപ്പെട്ട് പറയണം എന്നുള്ളത് അറിയില്ല. എന്നാലും മൂപ്പര് ഇതൊന്നും ആഗ്രഹിക്കുന്നൊന്നുമില്ല ഞാൻ ഇതിൽ പറയുന്നുള്ളതെന്നും. പക്ഷെ ഞാൻ എനിക്ക് നന്ദി ഒന്ന് അറിയിക്കാൻ ഞാൻ ഇതിലൂടെ ഒന്ന് അറിയിക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ സതീഷ് ചേട്ടന് പിന്നെ പറയേണ്ട മെയിൻ വ്യക്തി എന്ന് പറയുന്നത് എന്റെ കൂടെ ഒരുപാട് എപ്പിസോഡിലൊക്കെ വന്ന എന്റെ പഴയ ചങ്ക് എന്ന് പറയുന്ന പോലെ അസ്ഗർ. അപ്പൊ അസ്ഗറിനെയും എന്താ പറയാ ഇനിയും ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ അസ്ഗറിനെ ഇനിയും നിങ്ങൾക്ക് മിസ് ചെയ്യൂല. അസ്ഗറിന്റെ എപ്പിസോഡ് ഇനിയും വരും. ഞാൻ എറണാകുളത്തേക്ക് എത്തുന്ന സമയത്തുള്ള ഷൂട്ടിൽ വരും. എറണാകുളത്ത് ഞാൻ എല്ലാ ദേശഫിന്റെ ഒരുവിധം എല്ലാ ടീമുമായിട്ടുള്ള കുക്കിംഗ് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കുക. എല്ലാവരുമായിട്ടുള്ള കുക്കിംഗ് ഉണ്ട്. പിന്നെ എല്ലാവരും ഒരുമിച്ച് കൂടിയുള്ള ഗാദറിംഗും ഉണ്ടാവും. പരമാവധി എല്ലാവരും ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കട്ടെ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒരു ദേശഫ് 2 പോലെ കാണാം. അപ്പോൾ ഈ എപ്പിസോഡിന്റെ തുടർച്ചയിലേക്ക് നമുക്ക് പോവാം. അപ്പം ഞാനുള്ളത് കൊല്ലം ബീച്ച് ഹോട്ടലിലാണ് ഉള്ളത്. കൊല്ലം ബീച്ച് ഹോട്ടലിലാണ്. ഇവിടെ എൻ്റെ ഈ കൊല്ലത്തെ ഷൂട്ടിൻ്റെ ടൈമിൽ ഉണ്ടാവുക. ഇവിടെ റൂം എടുക്കുന്നുണ്ട്. പിന്നെ റൂം എടുത്ത് നമുക്ക് ഒന്ന് റൂംസും ഇതൊക്കെ ഒന്ന് കാണാം. നല്ല ബീച്ച് വ്യൂ ആണ് കേട്ടോ. അടിപൊളി വ്യൂ ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിക്കുന്നതൊക്കെ കാണാം. നമുക്കൊന്ന് ഇതിലേക്ക് ഒന്ന് നടന്നു പോവാം. അപ്പോൾ നമുക്ക് നമ്മളെ റൂമിലേക്ക് കയറാം. വാ 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 ക്യാമറ വാ. ഇതിനകത്ത് ഇവിടെ ഈ ലെഫ്റ്റിൽ ഇവിടെ ബാത്റൂം, ഫസ്റ്റത്തെ ബാത്റൂം കേട്ടോ കാണിച്ചിരുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡും ഇവിടെ ഇങ്ങനെ ഷെൽഫ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. 2 ഷെൽഫ്, വെയിങ് മെഷീൻ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ബാക്കി പാർട്ട് ഇതാ റൂം. നല്ല അടിപൊളി ബെഡ്, ക്വീൻ സൈസ് ബെഡ്. കിങ് അല്ല, ക്വീൻ സൈസ് ബെഡ് കേട്ടോ. പിന്നെ സോഫ ഇത്. പിന്നെ ഒരു സർപ്രൈസ് വ്യൂ ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. TV കാര്യങ്ങൾ, പിന്നെ ടേബിള്, വർക്കിംഗ് ടേബിള്. ഇതാ സർപ്രൈസ് വ്യൂ ഒന്ന് കാണാം. അടിപൊളി വ്യൂ ആണ്. ഈ റൂമിൻ്റെ കാറ്റഗറീനെ പ്രീമിയം റൂം എന്നാ പറയാം. വാ ക്യാമറ വന്നോ. ഈ പെർഫെക്റ്റ് ടൈമാണ് വന്നത്. ഇതാ സൺസെറ്റിൻ്റെ ടൈമിൽ സൺസെറ്റ് കാണാൻ പറ്റുന്നൊരു ടൈമാണ്. ഈ ഒരു ടൈപ്പ് ഈ സൈഡിൽ വരുന്ന പ്രീമിയം റൂം കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഇവിടെ വരുമ്പം മിസ്സാക്കാണ്ട്. ഈ ഒരു ഓപ്ഷൻ നമുക്ക് എങ്ങനെ ഏത് സ്ഥലത്ത് ബീച്ചിലിരുന്നാലും ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടൂലല്ലോ. ഈ ഒരു ഹൈറ്റിൽ ഇങ്ങനെ കാണാന്ന് പറയുന്നത് അതൊരു അത്ഭുതം തന്നെയല്ലേ. അടിപൊളി. എന്താ ജനം നോക്കിയാൽ എത്ര ആൾക്കാരെ കൊല്ലം ബീച്ചിലുള്ള കൊല്ലം ബീച്ചിൽ വന്നിരിക്കുന്നത്. അപ്പോൾ സൺസെറ്റും എല്ലാം കാണാം. ഇവിടെ തന്നെ ലൈറ്റ് ഹൗസും കാണാമെന്ന് പറഞ്ഞു. അതങ്ങ് ലൈറ്റ് ഹൗസും കാണാം കേട്ടോ. ദൂരെ അതാ ലൈറ്റ് ഹൗസും ഉണ്ട്. എല്ലാം കാണാം. അടിപൊളി. ഇത്ര നല്ല വ്യൂ എനിക്ക് തോന്നുന്നില്ല. ഞാനിതുവരെ വേറെ ഏത് ഹോട്ടലിൽ നിന്നിട്ടും ഇങ്ങനെ ഒരു വ്യൂ കിട്ടിയിട്ടില്ല കേട്ടോ. അടിപൊളി. അപ്പോൾ ഇത് രാവിലെ തന്നെ പിന്നെ നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങി. അത് 0 ബർത്തിക്കോ താഴേക്ക് പോവാ. നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങി. പിന്നെ ഇപ്പോൾ താഴെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ബഫറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ അതും ഒന്ന് കഴിക്കാം. അതും കഴിക്കുന്നത് നമുക്ക് കാണാല്ലേ. നല്ല നല്ല സീനറി ഒക്കെ അല്ലേ. നല്ല ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. കണ്ടിട്ട് കൺസിസ്റ്റൻസിയും തിക്നെസ്സും ബാക്കി എന്തൊക്കെയുണ്ട് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഉപ്മാവും പൊതുവെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കൊന്ന് കഴിക്കാം. പിന്നെ ഇഡ്ഡലിയും പിന്നെ ചമ്മന്തി എടുത്തിന്, ഒരു ദോശ എടുത്തിന്, പിന്നെ കട്ട് ഫ്രൂട്ട്സ്, ജ്യൂസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം എന്തായാലും. ഞാൻ ഉപ്മാവും ചമ്മന്തി എടുത്തു. നല്ല കോഫിയും ചായ ഉണ്ട്.
അപ്പോൾ ഞാൻ കഴിക്കട്ടെ, കഴിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള എന്താണ് ഇന്നത്തെ എന്താണെന്നുള്ളതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ട് ബാക്കിയുള്ള വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമ്മളെ കൊയിലോം ബീച്ച് ഹോട്ടലിൽ നിന്ന് നമ്മൾ പിന്നെ ഇനി നേരെ കൊല്ലത്തുള്ള ലഞ്ച് നമ്മളൊരു പഴങ്കന്നിക്കട എന്ന് പറഞ്ഞ സ്ഥലത്തൊന്ന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ക്ലോസ് ചെയ്തിട്ടുള്ള മറ്റൊരു ദിവസം കിട്ടുവാണെങ്കിൽ അത് കിട്ടിയ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആക്കി അല്ല എന്തെന്ന് നോക്കാം. എന്തായാലും നമ്മൾ വേറൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഡിന്നറിൻ്റെ കഴിക്കുന്ന എപ്പിസോഡ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഈ 2 എപ്പിസോഡ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ ഞാനിപ്പോൾ നിന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കൊല്ലം ബീച്ച് ഹോട്ടൽ, അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ കൊയിലോൺ എന്നാണ്, കൊല്ലം എന്നല്ല കൊയിലോൺ ബീച്ച് ഹോട്ടൽ എന്നാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. ഇതൊരു 5 സ്റ്റാർ കാറ്റഗറിയിലുള്ള ഹോട്ടലാണ്. നല്ല അക്കോമഡേഷൻ ആയിരുന്നു കേട്ടോ. എനിക്ക് നല്ല അടിപൊളി എന്നുവെച്ചാൽ ഈ ആംബിയൻസ് ആണ്. രാവിലെ എണീറ്റിട്ട് ഇത് കാണാനൊക്കെ നല്ല രസമായിരുന്നു. ബീച്ച് സൈഡും പിന്നെ ഇന്നലത്തെ നമ്മളെ സൺസെറ്റൊക്കെ കണ്ടപ്പോൾ നല്ലതായിരുന്നു. അപ്പോൾ ഡീറ്റെയിൽസ് ഉണ്ടാവും, നമുക്കിനി റെസ്റ്റോറൻറ്റിൽ വെച്ച് കാണാം. ഞാൻ ലഞ്ചിന് വേണ്ടി എത്തിയത് പിന്നെ ട്യൂണ ഫ്രഷ്. ഇതിപ്പോ ഈ അടുത്ത് തുടങ്ങിയത് അല്ലേ? ഒരു മാസം. പിന്നെ ഇത് അനീഷാണ്. അനീഷ് പിന്നെ ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നില്ല, അതല്ല ഇതല്ല അതിലൊക്കെ എന്തൊക്കെ പറഞ്ഞു. അവർ എന്തായാലും നിന്നേ പറ്റുള്ളൂ. അതുപോലെ തന്നെ മുഹസിനും, രണ്ടുപേരും കൊല്ലംകാരാണ്. ഈ ഫുഡ് ഇൻഡസ്ട്രി തന്നെയല്ലേ? ഹോട്ടലാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു. എൻ്റെ പേര് അനീഷ് എന്നാണ്. ഞാൻ ഹോട്ടൽ ഇൻഡസ്ട്രിയാണ്. അറൌണ്ട് 40 ഗ്രാൻഡ് ഫാദർ ഹോട്ടലാണ്. അതെ, കൊല്ലത്തെ ഒരുവിധം അന്ന് 1-2 ഹോട്ടൽ സ്റ്റാർട്ടിംഗ് ടൈമിലുള്ളൊരു പേരാണ് ഹോട്ടലായിരുന്നു. അത് പിന്നെ അത് ഫാദർ ടേക്ക് ഓവർ ചെയ്ത്. പിന്നെ ഇപ്പൊ ഞാനും ബ്രദറുമാണ്. ഇപ്പം പ്രസന്റ്ലി ട്രിവാൻഡ്രത്ത് 2 ഉണ്ട്. ഒന്ന് കവടിയാറ്, ഒന്ന് സെക്രട്ടറി ഹോട്ടൽ കിങ്സ് എന്നാണ് പേര്. ഞങ്ങൾ ഒരുമിച്ച് അതായത് ഫാമിലി ആയിട്ടുള്ള ഒരു ടച്ചപ്പിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്നതാണ്. കൊല്ലംകാർക്കൊക്കെ അനീഷിനെ അറിയായിരിക്കും. കൊല്ലത്തെ എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ രാത്രി കട മെയിൻ ആയിട്ട് രാത്രി നൈറ്റ് കസ്റ്റമേഴ്സ് ആണ്. നൈറ്റ് ലേറ്റ് ആയിട്ട് അടയ്ക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ട്രാവലേഴ്സിനും എല്ലാവർക്കും അറിയാം. പേര് പണ്ട് പിന്നെ ഫേമസ് ആണ്. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ള ഒരു റെസ്റ്റോറന്റ് കവർ ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇവിടെ നമുക്ക് സീ ഫുഡ് സ്പെഷ്യൽ ആണ്. ലൈവും ഉണ്ട്. സീ ഫുഡ് സെയിലും ഉണ്ട്. സീ ഫുഡ് നമുക്ക് ആവശ്യമുള്ള എടുത്ത് പ്രിപ്പയർ ചെയ്ത് കഴിക്കാനും പറ്റും. ആണോ? ഓക്കെ, എന്നാൽ നമുക്ക് അകത്തേക്ക് പോവാം. അപ്പോൾ ഈ ഫിഷ് കണ്ടില്ല, ഇങ്ങനെ ഇടുന്ന തന്നെ ഫിഷ്. ഇത് ഫിഷ് സെയിലും ഉണ്ട് അല്ലേ? ഫിഷ് മാത്രമായിട്ട് സെയിലും ഉണ്ട്. ഇത് പിന്നെ ഈ ഷോപ്പിന്റെ ഓണറാണ് ഷിമോൻ. പിന്നെ അതല്ലാതെ ഇത് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് മാരിനേഷൻ വേണോ ആ മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ലഞ്ച് കിട്ടും അല്ലേ? അടിപൊളി. അപ്പൊ ഇത് എങ്ങനെയാ നിങ്ങൾ വെയിറ്റ് നോക്കിയിട്ടാണ്? ഇത് മസാലയായിട്ട് ചെയ്യും, പിന്നെ തവയായിട്ട് ചെയ്യും, ഗ്രിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ തവ ഞാൻ എന്തായാലും തവ ചൂസ് ചെയ്യാം. ഏതെങ്കിലും മീൻ എടുത്തിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ സെലക്ട് ചെയ്യട്ടെ. പിന്നെ ഇതവിടെ ചെമ്പല്ലി നല്ല തവ ഫ്രൈ ആക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. നിങ്ങൾ ചെമ്പല്ലിയും പിന്നെ ഈ കപ്പയും കൂടെ കൂട്ടിയിട്ട് കഴിച്ചിട്ട് ഫീഡ്ബാക്ക് പറയും. ഇത് നോക്കി ഒന്ന് ഇങ്ങോട്ട് കാണിച്ചു. ആ സോഫ്റ്റ്നെസ് ഉണ്ട്. എനിക്ക് എപ്പോഴും സീ ഫുഡ് കുക്ക് ചെയ്യുന്നതിൽ ഭയങ്കര ഇഷ്ടമാണ്. വെച്ചാൽ ആ കുക്കിംഗ് ടൈം ഇതൊക്കെ കണ്ട ആ കുക്കിംഗ് ടൈമിംഗ് ആണ്. ഒരു ഹാർഡാക്കി എടുത്തില്ല, അത്രയും സോഫ്റ്റ് ആക്കി എടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എപ്പോഴും എനിക്കൊന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോയിലും ആ സീ ഫുഡ് കുക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെച്ചാൽ എപ്പോഴും ടൈമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കട്ട് ചെയ്യുമ്പോൾ മാത്രമേ മീറ്റിന് ഹാർഡ് ആവും. അതെ ആ ടൈം. അതെ നല്ല ജ്യൂസിനെസ് കേട്ടോ. അപ്പോൾ പിന്നൊരു കാര്യം പറയാനുള്ളത്, ഇത് ഇവിടെ ഉള്ളത് സമുദ്ര സദ്യ. അതാണ് ഞാൻ ഇപ്പോൾ കഴിക്കാൻ പോകുന്നത്. അതിനൊരു ചെറിയ മിനിയാണ്. ആക്ച്വലി സമുദ്രത്തിൽ അവർ കൊടുത്തത് സ്റ്റാർട്ടപ്പിൽ അവർ കൊടുത്തതാണ്. ഇപ്പൊ അതിന്റെ മിനിയാണ്. മിനിയാണ് ചെയ്യുന്നത് അല്ലേ? കാരണം എന്തെങ്കിലും പരിപാടി വരുമ്പോൾ അവരുടെ പ്രൊമോഷൻ ആയിട്ടാണ് അവർ സമുദ്രത്തിൽ ചെയ്യുന്നത്. ഇപ്പം അതവർ കട്ട് ചെയ്തിരിക്കണം. കാരണം ഡെയിലി ഇപ്പൊ പറയുന്നത് ഷമീം പറഞ്ഞാൽ ഡെയിലി കൊടുക്കാൻ നമുക്ക് സമുദ്ര സദ്യ സാധാരണ എല്ലായിടത്തും ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ ഒരു കട്ട് ചെയ്തൊരു ചെറിയ മെനു സാധാരണ എല്ലാവർക്കും എന്താ ഓക്കെ ആവുന്ന വിധത്തിലുള്ള മെനു. അത്യാവശ്യം മീനച്ചാറ്, മീൻ്റെ ചമ്മന്തി, മീൻ്റെ മീനച്ചാറ്. അതെ. അപ്പൊ അത്യാവശ്യമുള്ള ചില മീൻസ് കഴിക്കാനുള്ള ഊണ് കഴിക്കുന്നതിനുള്ള നാടൻ രീതിയിലുള്ള സാധനങ്ങൾ കൂടെ ആഡപ്പ് ചെയ്യും. ഓക്കെ. പിന്നെ മീൻകറി, മുളകിട്ട മീൻകറി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ തേങ്ങ ഇട്ടുള്ള മീൻകറി ഉണ്ട്, പുളിശ്ശേരി ഉണ്ട്, സാമ്പാർ, രസം, അങ്ങനെയുള്ള എല്ലാ സാധനം. അപ്പൊ ഇതന്നെ ഒരു ഇത് ചെയ്യുന്ന ശരിക്കും ഞാൻ വില ചോദിച്ചപ്പോൾ പറഞ്ഞത് 100 രൂപ പൊതിച്ചോറായിട്ട് കൊടുക്കുന്നതിൽ 100 രൂപ ചാർജ് ചെയ്യുന്നു. അത് വേർത്താണ് കേട്ടോ. പിന്നെ ഇത് അഡീഷണൽ ആയിട്ട് എന്താ വേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഓർഡർ ചെയ്യാം. ഞാൻ എന്തായാലും എനിക്ക് പൊതുവെ മീനച്ചാറൊക്കെ നല്ല അച്ചാർ പൊതുവെ കൂട്ടാറില്ല. പക്ഷെ മീനച്ചാർ എന്ന് പറയുന്നത് എന്നുവെച്ചാൽ നല്ല ടൈറ്റാക്കി എടുക്കുന്ന സാധനമല്ലോ. നല്ല സ്പൈസി ആയിട്ട് ചോറ് കഴിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. സ്പൈസിയാണ്. അതെ.
കൊല്ലത്ത് മീനിന്റെ പൊടി എന്നുവെച്ചാൽ ചെമ്മീൻ പൊടി എന്ന് പറയുന്നത്. അതെ അതെ, അത് ഭയങ്കര ടേസ്റ്റുള്ള സാധനം. ഇവിടുന്ന് ചിലപ്പോൾ ഞാൻ പാർസൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്ന് ആക്കി ഡബ്ബയിലാക്കി നോക്കി ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ഇലയിൽ പൊതിയുന്ന ചോറിനെന്ന് പറഞ്ഞാൽ നമ്മൾ ടിഷ്യൂ മീൻസ് ഓയിൽ പേപ്പർ എടുക്കുന്ന ഇലയിൽ പൊതിയുന്ന ചോറിന് പ്രത്യേക ടേസ്റ്റാണ്. അതെ, അത് ദമ്മായി വരുന്നതിന്റെ ഫ്ലേവർ വേറെ തന്നെയാണ്. നാച്ചുറൽ എഫക്ട് എപ്പോഴും നമുക്ക് ചോറിനകത്ത് കാണാം, വേറെ ടേസ്റ്റാണ്. പൊതിഞ്ഞു കൊടുക്കും, പൊതിച്ചോറ് വളരെ ഡിമാൻഡ് വരുന്ന കാര്യമാണ്. അതെ അതെ, അതിൽ ദമ്മ എന്നതാണ്. അപ്പോൾ ഇതാരും വിട്ടുപോകണ്ട, ഇത് റീസെൻ്റ്ലി ഓപ്പൺ ആക്കിയ ഷോപ്പാണ്, മസ്റ്റ് ട്രൈ ആയിട്ടാണ്. എന്തായാലും വന്നു നോക്കാം. സമുദ്ര സദ്യ എന്നുള്ള സാധനം ഡെയിലി കിട്ടുന്ന സാധനമാണ്. ഈ ലീവൊന്നും ഇല്ലല്ലോ? ഇല്ല, ലീവായിട്ടില്ല. എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഇതൊന്നും നിങ്ങൾ ഉച്ച സമയത്ത് വരാം, ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇരിക്കാനുള്ള റഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ പൊതിച്ചോറ് വാങ്ങിയിട്ട് എൻജോയ് ചെയ്യുക. വെച്ചാൽ പൊതിച്ചോറിൽ അതിൻ്റേതായിട്ടുള്ള ഫ്ലേവർ അതിൽ തന്നെ വരാനുണ്ട്. അപ്പോൾ അതെന്തായാലും അതൊന്ന് മസ്റ്റ് ട്രൈ ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് കഴിച്ച് കുശാലായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷൻ എവിടെയെന്നുള്ള കറക്റ്റ് പറഞ്ഞുതരാം ഒന്ന്. എങ്ങനെയാണ് അത്? കൊല്ലത്ത് രണ്ടാംകുറ്റി എന്ന് പറയുന്നത്, രണ്ടാംകുറ്റിയുടെ ജംഗ്ഷനിൽ തന്നെയാണ്. കൊല്ലത്ത് നിന്ന് ഒരു 2-3 കിലോമീറ്റർ അടുപ്പിച്ച് രണ്ടാംകുറ്റി അവിടെ ജംഗ്ഷനിൽ തന്നെയാണ്. അപ്പോൾ ഓക്കെ, നിങ്ങൾ ബോർഡ് കണ്ടല്ലോ ഇൻട്രോല്ലേ? അപ്പം എല്ലാവരും വന്നൊന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറഞ്ഞാൽ അടിപൊളി സാധനമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇതാണ്. അത് കഴിഞ്ഞ് പിന്നെ മീൻ അച്ചാർ, പിന്നെ മീൻ തോരൻ, മീൻ പൊടി അല്ലേ, ചെമ്മീൻ പൊടി അല്ലേ? ഈ 3 സ്പൈസി എന്ന് പറഞ്ഞാൽ അടിപൊളി സ്പൈസി. ഉച്ചക്ക് നമുക്ക് എന്തായാലും ചോറിനോട് സ്പൈസി വേണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോ, മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്ഥലത്ത് വെച്ച് കാണാം. നല്ല സ്പൈസി ഫുഡ് ലഞ്ച് കഴിച്ചതിന് ശേഷം പിന്നെ നേരെ വന്നത് ഇത് സോഡ. ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് കൊല്ലം. നമ്മുടെ എന്ത് കള്ള് നേരക, എൻ്റെ കള്ള് നേരക ഇതാ ഇവിടെ ഇങ്ങനെ നിരത്തി ഒഴിക്കുന്നുണ്ട്. പിന്നെ എന്ത് ഈ സ്ഥലത്തിന്റെ പേര്? കൊല്ലത്ത് ആശ്രാമം. ആ ഗ്രൗണ്ട് അല്ലേ? ആശ്രാമം ഗ്രൗണ്ട് സൈഡിൽ. കൊല്ലത്തുള്ളവർക്ക് ഇവിടെ അറിയാം, കള്ളയുടെ എന്ന് പറഞ്ഞാൽ കള്ളയുടെ എന്നാണ് പറയുന്നത്. ഇവിടെ അറൌണ്ട് 40 to 45 years ആയിട്ടുണ്ട്, അത്രയും വർഷമായിട്ടുണ്ട്. ഒരു 2 പേര്, ഒരാളാണ്, പിന്നെ 2 മീൻസ് ഫാമിലി ബേസ് ആണ്. അവരിപ്പോഴും കണ്ടുപോകുന്നത് ഫാദർ ആയിരുന്നു, ഗ്രാൻഡ് ഫാദർ ആയിരുന്നു, പിന്നെ ഫാദറായി. ഇവര് മക്കൾ 2 പേരാണ്. അവരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ക്രൗഡ്, അത്യാവശ്യം നല്ല കൊല്ലത്ത് ആദ്യ ജ്യൂസ് ഇത് കുടിക്കാൻ വരുന്നവരാണ്. നമുക്കിത് ഒഴിക്കുന്ന പാർട്ട് കാണാം. ഇത് ഗ്ലാസ്സിലേക്ക് മാറ്റുന്നത് ഇപ്പോഴത്തെ ഈ കൊറോണന്റെ ഇതായതുകൊണ്ട് അല്ലേ? ഓക്കെ. നമുക്ക് എവിടെയും ഇപ്പോഴും അങ്ങനെ അധികം കാണാത്ത സാധനമാണ് ഈ ഗോട്ടി സോഡ. അത് നിങ്ങൾക്കായിട്ട് വരുത്തുന്നതെന്ന് തോന്നുന്നല്ലേ? നിങ്ങൾ തന്നെ ചെയ്യുന്നു. ഓക്കെ ഓക്കെ. ശരിക്കും ഇതിന്റെ കറക്റ്റ് അളവിനാണ് ഇതിന്റെ കാര്യം അല്ലേ? ആ മധുരവും ഉപ്പും എല്ലാം കൂടി കയറുന്നില്ല നമ്മൾക്കും. ഓവറല്ല, കറക്റ്റാണ്. ആണാണ്. പക്ഷേ കൂടുതൽ പഴുത്ത നാരങ്ങയല്ല, ഞാനിപ്പോൾ നോക്കിയപ്പോൾ പച്ച നാരങ്ങയാണ്. നല്ല റിഫ്രഷിങ് സാധനം. പൊതുവെ ലെമൺ സോഡ ഉപ്പും മധുരം ഇട്ടിട്ടുള്ളത് എനിക്ക് പൊതുവെ ഇഷ്ടമാണ്. ആ ഒരു അതിൽ നോക്കുമ്പോൾ അടിപൊളി സാധനം, നല്ല സാധനം. എല്ലാവരും ട്രൈ ചെയ്തോ, റിഫ്രഷിങ്. ഇപ്പം ഞാനുള്ളത് പിന്നെ കേരളപുരത്ത് ഈ കടൻ്റെ പേര് എഴുത്താണിക്കട എന്നാണ്. ഈ എഴുത്താണിക്കട വെട്ട് കേക്കാണ് ഫേമസ്. എന്നുവെച്ചാൽ ഇവിടുന്നാണ് ഇതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത്. നമുക്ക് അകത്ത് കയറാം, ആ വെട്ട് കേക്കും ചായയും ഒന്ന് നോക്കവാ. അപ്പോൾ ഇത് ഞാൻ സാധനം ഒന്ന് കാണിച്ചാൽ ഇതിനകത്ത് ഓൾറെഡി അടിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് പിന്നെ എന്താ പറയുക വെട്ട് കേക്ക് കേട്ടോ. ഏകദേശം ഒരു വലിപ്പം ഇത്ര നമ്മുടെ കയ്യിലുണ്ട്. ഞാനിപ്പോൾ ഒന്ന് അങ്ങോട്ടേക്ക് എടുക്കാം. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടുന്ന് അടിക്കുന്നത് കേട്ടോ. ഈ വെട്ട് കേക്ക് പൊതുവെ എല്ലായിടത്തും ഉണ്ട്, പക്ഷെ അതിന്റെ ഉറവിടം ഇവിടെയാണെന്ന് അറിയുമ്പോൾ അവിടെ വന്ന് നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിൽ അതൊരു മോശമല്ലേ? അതെ. നിങ്ങളൊന്ന് ഇതും ചായയും പുറത്ത് ക്രിസ്പിയും ഉള്ളിൽ സോഫ്റ്റും, നല്ല സ്മെല്ലും. എന്നുവെച്ചാൽ കടിക്കുമ്പോഴുള്ള ആ സ്മെല്ലുണ്ടല്ലോ, എന്നുവെച്ചാൽ മധുരത്തിൻ്റെയും ഏലക്കായുടെയും എല്ലാം ഒരു മണം, അടിപൊളി. ഞാൻ പൊതുവെ അടിക്കാത്ത ചായ കുടിക്കല്, പറയാൻ മറന്നുപോയി. അടിച്ച ചായ കൊണ്ടുവന്നേ, എന്നാലും നല്ല സാധനം കേട്ടോ. അങ്ങനെ അല്ലേ? അപ്പോൾ വെട്ടുകേക്കിൻ്റെ ഉറവിടത്ത് നമ്മളെത്തി. ഇതും എന്താ പറയുക, എക്സ്പീരിയൻസ് ചെയ്തു. പിന്നെ നമുക്ക് ഡിന്നറിലേക്ക് വെച്ചിട്ട് കാണാം.
അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാൻ ഇവിടുന്ന് വൈൻഡപ്പ് പറയാണ്. ഞാനുള്ളത് ഒരു ഫുഡ് ഫെസ്റ്റിന്റെ സ്ഥലത്താണ്, 2 റെസ്റ്റോറന്റ് തമ്മിലുള്ള ഒരു ഫുഡ് ഫെസ്റ്റ് ആണ്. ആ എപ്പിസോഡ് നിങ്ങൾക്ക് നാളെ വരും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇതുവരെ കണ്ട കാര്യങ്ങൾ പിന്നെ എല്ലാവരും കണ്ടിന്യൂ ആക്കട്ടെ. നമുക്ക് അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കാം. അപ്പോൾ ഈ ഡീറ്റെയിൽസ് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ പറയാം. അപ്പോൾ ഓക്കെ, നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് എല്ലാവരോടും ബബായ് പറയുന്നത്. എല്ലാവരോടും ബബായ്.